അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരെയെങ്കിലും സ്വർഗത്തിലാക്കാനോ നരകത്തിലാക്കാനോ ഉള്ള അവകാശമൊന്നും നമുക്കില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് വഴികേടിലായി ജീവിച്ചു മരിച്ചു പോയ ഒരാൾ, അയാളെക്കുറിച്ചും അയാൾ നരകത്തിലാണെന്ന് വിധി എഴുതാനുള്ള അധികാരം നമുക്കാർക്കും അള്ളാഹു നൽകിയിട്ടില്ല. അള്ളാഹു ഒരുപക്ഷെ അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അയാൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ചതാകാം. ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. എന്നാൽ ഒരാൾ അയാളുടെ ജീവിതത്തിൽ നിരന്തരം ഹറാമായ പണി പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ ചെയ്തിരുന്ന ആ പണി നരകത്തിന് കാരണമാകുന്ന പണിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ മുമ്പിൽ അത്തരത്തിലുള്ള പണികൾ അത് നരകത്തിന് കാരണമാകുന്ന പണിയാണെന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടവരാണ്. അതല്ലാതെ ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ തെറ്റായ ഹറാമായ വരുമാന മാർഗത്തിലൂടെയാണ് ജീവിച്ചിരുന്നത്, ഇപ്പുറത്ത് അയാൾ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ മരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പവിത്ര ദിവസത്തിലായിരിക്കും മരിച്ചത്, അതുകൊണ്ട് അയാൾ മുത്തക്കിയാണ്, സ്വാലിഹാണ് എന്നൊന്നും പണ്ഡിതന്മാർ പറയാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ റഹ്മത്തുള്ള കാസിമിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ്, സിനിമ പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫിയെക്കുറിച്ച് നടത്തിയ ഒരു പ്രസംഗം. ആ ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാട്ടുകാരൻ മുഹമ്മദ് റാഫിയ മകനെ പാട്ട് പഠിപ്പിച്ചില്ല. മകൻ പാടും, പക്ഷെ മകനോട് പറഞ്ഞു പാട്ട് പാടരുത്. തൊഴിലെടുത്ത് ചോദിച്ചു പാട്ട് പാടരുത്. പാട്ട് തന്നെ സ്വരഭംഗി കണ്ടാൽ സിനിമക്കാരും ഉണ്ടോ? അവന് നഷ്ടവും നമുക്ക് വേണ്ട. ഇന്ത്യയിലെ ഏകദേശം സിനിമകൾക്കൊക്കെ പാട്ടുകൾ വെച്ച് ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല മുഹമ്മദ് റാഫി. റമദാൻ 15 മരിച്ചു. ബദരീങ്ങളുണ്ട്. മുത്തഖീങ്ങൾക്ക് നല്ല മരമുണ്ടോ? എന്റെ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? റാഫി ഉണ്ട്. മുഹമ്മദ് റാഫി ഇഷ്ടമുള്ള ഒരാളാണ്. മനസ്സിലാണ് പറഞ്ഞത്. ഒരു സിനിമ കണ്ടിട്ടില്ല. നമ്മളിപ്പോ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന മൂല്യരാണ് ഞാൻ തന്നെ. നമ്മൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്നത് ബാക്കിയുള്ള സിനിമന്റെ അടുത്ത ഭാഗം കാണാനാണ്. നമ്മളവിടെ എന്താ പള്ളിയിൽ നോക്കില്ല. നമ്മൾ കണ്ടുവച്ച സിനിമ അവിടെ തൽക്കാലം ഒന്ന് ഇങ്ങനെ ആക്കിയാണ് അമർത്തി പോകുന്നതാണ്. ഇനി ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് റൂമൊക്കെ തന്നെ വാങ്ങി കൂട്ടിയിട്ട്. ഇന്ത്യയിൽ ഏകദേശ സിനിമകൾക്കൊക്കെ പാട്ട് പാടിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാട്ടുകാരനാണ് മുഹമ്മദ് റാഫി. ജീവിതത്തിൽ ഒരു സിനിമ കണ്ടിട്ടില്ല. ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ലവർ അവധീയത്തെ വീട് നല്ലവരുണ്ട്. ഇങ്ങനെ അദ്ദേഹം മുഹമ്മദ് റാഫിയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഏറെ വിഷമിപ്പിച്ചതും ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കാരണമായതും അദ്ദേഹത്തിൻ്റെ 1-2 പരാമർശങ്ങളാണ്. അതല്ലാതെ മുഹമ്മദ് റാഫിയെക്കുറിച്ച് അദ്ദേഹം നരകത്തിലാണെന്ന് വിധി എഴുതാനൊന്നുമല്ല. അത് പറയാനിട്ട് ഞാൻ ആളുമല്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടോ, അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും എനിക്കറിയാത്ത കാര്യവുമാണ്. പക്ഷെ ഇദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പറയുമ്പോൾ ആ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ കുറേ ആളുകളുണ്ട്. അതിലൊരു മുത്തഖിയാണ് ഈ സിനിമ പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫി എന്ന ആൾ. എന്തൊരു കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. എന്തിനാണിത് പൊതുസമൂഹത്തോട് പറയുന്നത്? പൊതുസമൂഹം ഇത് കേൾക്കുമ്പോൾ സിനിമാ പാട്ട് വരുമാന മാർഗമായി കണ്ട് ജീവിച്ചിരുന്ന ആളുകളെയുമൊക്കെ അവരൊക്കെയും നല്ല മുത്തഖീങ്ങളാണ് എന്ന ഒരു ധാരണയല്ലേ സാധാരണക്കാരുടെ മനസ്സിലുണ്ടാവുക?
അതിന് അദ്ദേഹം മേമ്പൊടിയായി മുഹമ്മദ് റാഫിയുടെ കുറേ മദ്ഹുകളും പറയുന്നുണ്ട്. ജീവിതത്തിൽ അദ്ദേഹം ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നാണ്. എനിക്കറിയില്ല. പക്ഷേ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും ഹറാമായ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട് എന്ന് റഹ്മത്തുള്ള ഖാസിമി തന്നെ പറയുന്നു. ആ പണി ഹറാമായ പണിയല്ലേ, തെറ്റായ പണിയല്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനോട് സിനിമയിൽ പാട്ടുപാടണ്ട എന്ന് പറഞ്ഞത്. മകൻ പാടിയിട്ടുണ്ടെന്ന് 2 സിനിമകളിൽ, വേറെ കുറേ വേദികളിലും മകൻ പാടിയിട്ടുണ്ട്. എന്തോ ആകട്ടെ, ആ മകനെ മുഹമ്മദ് റാഫി എന്ന പിതാവ് തടഞ്ഞത് ആ പാട്ട് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ. എന്നിട്ടും അദ്ദേഹം അത് പാടിയെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി. എന്താണ് അദ്ദേഹത്തിൻ്റെ ഹാലെന്ന് നമുക്കറിയില്ല. എന്തിനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആളുകളോടിത് പറഞ്ഞു കൊടുക്കുന്നത്? രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു വിയോജിപ്പ് എന്താണെന്നറിയോ? ഫീൽഡ് എന്തോ ആകട്ടെ, നല്ല മനുഷ്യന്മാർ അതിലൊക്കെ ഉണ്ടാകുമെന്നാണ്. ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് ഫീൽഡ് എന്തോ ആകട്ടെ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ജീവിതത്തിനുള്ള വരുമാന മാർഗമായി സിനിമയിൽ അഭിനയിക്കാം, സിനിമയിൽ പിന്നണി ഗായകനാകാം, അതുപോലെ തന്നെ ബാങ്കിൽ ജോലി ചെയ്യാം, അതുപോലെ കള്ളുകച്ചവടക്കാരനാകാം. എന്തോ ആകട്ടെ, അയാൾ നന്നായാൽ മതി എന്ന ചിന്തയല്ലേ? അയാൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി, അയാൾ കുറേ നിസ്കരിച്ചാൽ മതി, അയാളുടെ വരുമാന മാർഗം എന്തോ ആകട്ടെ എന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ റഹ്മത്തുള്ള ഖാസിമി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത്? എന്നിട്ടോ അദ്ദേഹം ആയത്തോതുകയാണ്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നല്ല മരണമുണ്ടാകും. ആരാണ് ഈ മുത്തഖി? ഈ ആയത്തിൻ്റെ വിശദീകരണം തന്നെ എടുത്തു നോക്ക്. മഹാനായ ഇബ്നു ജരീർ തിബിരി മഹാനവറുകളുടെ തഫ്സീറിൽ കാണാം, വൽ ജന്നത്തു ലിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണ്. അവിടെ ആഖിബത്ത് എന്നതിൻ്റെ അർത്ഥം സ്വർഗം എന്നാണ്. അത് മുത്തഖീങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തഖി എന്ന് പറയുന്നുണ്ട്? വഹുമുല്ലദീന തഖൗ മആസിയല്ലാഹ്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് സൂക്ഷ്മതയോടെ ജീവിച്ചവരാണവർ. വഅദ്ദൗ ഫറായിദ, അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തവരാണവർ. ഫർളുകൾ ചെയ്തു എന്ന് മാത്രമല്ല, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് മുത്തഖിയാകുന്നത്. ഒരാൾ കുറേ തഹജ്ജുദ് നിസ്കരിച്ചു, കുറേ ഫർള് നിസ്കരിച്ചു, മരണപ്പെട്ടപ്പോൾ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്നാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് ഈ തെറ്റുകളൊക്കെ ചെയ്തതിനെ നമ്മളിങ്ങനെ ഇരുന്ന് വെള്ള പൂശേണ്ട ആവശ്യം എന്താണ്? റഹ്മത്തുള്ള ഖാസിമിയുടെ പല പ്രസംഗങ്ങളും അയാൾ സ്വന്തമായിട്ടൊരു ത്വരീഖത്തോ സ്വന്തമായിട്ടൊരു മദ്ഹബോ ഒക്കെ രൂപീകരിക്കാനുള്ള ശ്രമം പോലെയാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന അനുവാചകരായ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോൾ കുറേ ന്യായവുമായിട്ട് വരും. എന്ത് ന്യായം പറഞ്ഞാലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഹറാമായി ജീവിച്ചു മരിച്ചു പോയ ഒരാൾ, അയാളെക്കുറിച്ച് നമ്മൾ നന്മയും പറയണ്ട തിന്മയും പറയണ്ട. അതിനു പകരം ഇദ്ദേഹം വന്നിരുന്നു പറയുന്നത് എന്താണ്? ഫീൽഡ് എന്തോ ആകട്ടെ, അതിലൊക്കെ കുറേ നല്ല മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞ് ആയത്തോതി കൊടുക്കുകയാണ്. ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എത്രമാത്രം അപകടം പിടിച്ച സന്ദേശമാണ്, എത്രമാത്രം ഗുരുതരമായ ചിന്തകൾ ഉണ്ടാക്കുന്ന സന്ദേശമാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചു പോകില്ലേ? ഇനി എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, കുറേ നിസ്കരിച്ചാൽ മതി, തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി എന്നൊക്കെ. ഇങ്ങനെയാണോ ഒരു പണ്ഡിതൻ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ ഈ പറയുന്നതിനെ വസ്തുനിഷ്ഠമായി നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ, മറുപടി പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് പറയും. നിങ്ങളുടെ ഉസ്താദായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, അദ്ദേഹം നല്ല അറിവുള്ള ആളായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ പല രീതികളും നമ്മുടെ ഇമാമുമാർ പഠിപ്പിച്ചു തന്നതിനപ്പുറമാണ്. അത് തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹം തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.